ഹായ് മക്കളുമാരെ, ഇന്നേ ഞാൻ തിരച്ചി കറി വെക്കാൻ പോവാണേ. ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തോണ്ട് വെച്ചിരിക്കുവാണ് കേട്ടോ. തിരച്ചി ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്തെന്നറിയാവോ? വേണ്ടേ, അതിന് വറക്കാനായിട്ടുള്ള തേങ്ങ, അത് വറുത്തരച്ചാണ് വെക്കുന്നത് തിരച്ചി കേട്ടോ. അതിന് വറക്കാനുള്ള തേങ്ങ, ഈ തേങ്ങ വെച്ച് മൂത്ത തേങ്ങ ആയിരിക്കണേ, കരിക്ക് തേങ്ങ വെക്കരുതേ കേട്ടോ. തേങ്ങ ഇത്രയും തേങ്ങ വേണം. പിന്നെ ദാ ഇത്രയും വെളുത്തുള്ളി, 2-3 ചെറിയ ഉള്ളി ഇത് നമുക്ക് അതിനകത്ത് അരിഞ്ഞിടാനുള്ളതാണ്. വറ്റൽ മുളക്, ഇച്ചിരി മല്ലിയും കൂടെ കണ്ടാ. എല്ലാം വറക്കാം. കുരുമുളക് കണ്ടാ, കുരുമുളക്. ഇതാണ്ട ഈ ഇഞ്ചിയും കൂടെ അരിഞ്ഞിടട്ടെ. ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാണ്ട ഒരു കറിവേപ്പിലയും കൂടെ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിക്കാം. അപ്പോൾ ഇത് ഞാൻ മൂപ്പിക്കാനായിട്ട് അടപ്പേ വെക്കാൻ പോവാണേ. ഓക്കെ, മൂപ്പിക്കാൻ പോവാണ്. മൂട് കട്ടിയുള്ള പാത്രമാണെങ്കിലേ ഒരേ പാകത്തിന് നമുക്ക് മൂത്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മൂട് കട്ടിയുള്ള ഒരു പാൻ എടുത്ത് വെച്ചത്. ഇനി ഇത് കിടന്ന് ഇങ്ങനെ മൂക്കട്ടെ. അതോടൊപ്പം നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. നമുക്ക് തിരച്ചിക്കറി വെക്കാനായിട്ട് ചെറിയുള്ളി കണ്ട, ചെറിയുള്ളി ഇല്ലേ, ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യണം. ഒരുപാട് ചെറുതാക്കണ്ട. ഈ ചെറിയുള്ളി എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ളതാണ്, നമ്മുടെ ബോഡിയെ തണുപ്പിക്കുന്നൊരു സാധനം. കൂടെ ഈ ചെറിയുള്ളി ഇല്ലേ, ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ്, പിന്നെ പുളിയും കൂടെ ഇട്ടോ. പുളി എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? നമ്മുടെ പെണംപുളിയാണേ. പെണംപുളിയും കുരുമുളകും എല്ലാം കൂടെ ഇട്ട് കറി വെക്കും. ഭയങ്കര ടേസ്റ്റാണ്. ഈ പ്രസവിച്ച് കിടക്കുമ്പോഴേ അവർക്ക് പാല് കൂടാൻ വേണ്ടിയൊക്കെ ഇത് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് നല്ല ഒരു മെഡിസിനും കൂടെയാണ് ഈ തിരച്ചി എന്ന് പറയുന്നത്. തിരച്ചി ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. അപ്പം ഇതിവിടെ കിടന്ന് മൂക്കട്ടെ. നമുക്കിനി മീൻ നമ്മൾ വെള്ളത്തിൽ ഇട്ടിരുന്നില്ലേ, മീനും കണ്ടോ അടപ്പയില്ലേ വെക്കാം. അല്ലേ, ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കണ്ടോ. പുളി ഞാൻ കുതിരായിട്ടിരുന്നതാണ്. പുളി പെണംപുളിയാണ്. ഇത്രയും മഞ്ഞപ്പൊടിയും കൂടെ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഗ്യാസ് കത്തിച്ച് അടപ്പേ വെക്കാം. അപ്പം അത് നമ്മുടെ അരപ്പൊക്കെ ആകുമ്പോഴത്തേന്, അതായത് ഇത് വറുത്ത് അരച്ചോണ്ട് വരുമ്പോഴത്തേന് അത് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ ഇതിനകത്ത് പിടിക്കും. മഞ്ഞപ്പൊടി ഉപ്പും പുളിയെല്ലാം കൂടി പിടിക്കും. വേവട്ടെ അവിടെ ഇരുന്ന്. അപ്പോഴത്തേനും നമ്മുടെ ഇത് കണ്ട, ഇത് ആയി കണ്ട. നമുക്കിനി കണ്ട ഇത് മൂത്ത് കണ്ട. അച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേനും, മൂട് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ടാണ് അത് ഒരേ പാകത്തിന് മൂത്ത് വരുന്നത്. ഇനി ഞാൻ അതിന് എരി കാണില്ല, അതുകൊണ്ട് ഞാൻ സ്വല്പം ഇത് കളറിന് വേണ്ടി സ്വല്പം കാശ്മീരി ചില്ലിയും കൂടി ഇടുകയാണ് കേട്ടോ. ഒരു സ്വല്പം മല്ലിപ്പൊടി, സ്വല്പം മല്ലിപ്പൊടി നമ്മൾ കുറച്ചത് ഇട്ടിട്ടുണ്ട്. കുരുമുളകൊക്കെ ഇട്ടല്ലേ, അപ്പോൾ ഇതുകൊണ്ട് മുളക് അത്രയും മതി. പിന്നെ ഞാൻ കളറിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി ഇട്ടേക്കുന്നത്. ഇത്രയും മൂത്താൽ മതി. ഇനി നമ്മുടെ ഗ്യാസ് ഓഫാക്കാം. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ജാറിൽ ഒരു ഇച്ചിരി തണുക്കട്ടെ. ഇച്ചിരി തണുത്തിട്ട് ഇത് ഇരിക്കുവാണെങ്കിൽ എന്നാ ചെയ്യുന്നറിയാവോ, ഇതിനെയും കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ജാറിനകത്തോട്ടെ. ഇതിനകത്തെ ഇതെന്താണെന്നറിയാവോ, ഉലുവാപ്പൊടിയാണേ. ഉലുവ ഇടാൻ മറന്നു. അപ്പം ഞാനത് ഉലുവാപ്പൊടി ഇടുവാണ് കണ്ടോ. എല്ലാ മീനുകൾക്കും നമ്മൾ ഉലുവാപ്പൊടി ഇടണം. ഉലുവ എന്ന് പറയുന്ന വയറിന് നല്ലതാണ് കേട്ടോ. നമുക്കിത് വെന്തോന്ന് നോക്കാതെ വെള്ളം വറ്റുന്നു. നമുക്ക് വെള്ളമൊക്കെ വറ്റി, കുറച്ച് വെള്ളമുണ്ട്, അത് കിടന്നോട്ട്. നമ്മൾ അരപ്പിടാൻ പോവാ. ഒഴിച്ചു കൊടുക്കും. ഇത് വെന്ത ഒരു സാധനം ആയതുകൊണ്ടേ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമ്മുടെ അരപ്പ് കഴുകുന്ന വെള്ളം, അരപ്പ് അതായത് കട്ടിയായിരിക്കണം. തിരച്ച് കറി വെക്കുമ്പോഴത്തെ കട്ടിയായിരിക്കണം. ഇച്ചിരി വെള്ളം കൂടെ വേണേ. ഇത്രയും വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ എടുത്തൊന്ന് ചുറ്റിക്കാം. ഇനി ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം.
ഉപ്പ് നമ്മൾ ആദ്യമേ ഇട്ടയാണല്ലോ, ഇനി അരപ്പും കൂടെ ചേരുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറവാണെങ്കിലോ. അതുകൊണ്ട് ഉപ്പ് നോക്കാം, ഉപ്പ് ജസ്റ്റ് നോക്കട്ടെ. ഒരു സ്വല്പം ഉപ്പ്. അരപ്പിട്ടപ്പോൾ അതിനൊരു ഉപ്പ് വേണമല്ലോ, ഇത്രയും പോലെ. ഇനി അതവിടെ ഇരുന്ന് വറ്റട്ടെ. അപ്പോൾ നമ്മുടെ മീൻകറി എന്തായെന്ന് നോക്കാം മക്കളെ. നോക്കട്ടെ അമ്മേ. ആ, അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഇനി ഈ ചട്ടി ഇരുന്നത് വയ്ക്കാൻ മതി. ചട്ടി ഇരുന്നത് വറ്റുമ്പോഴത്തേന് എണ്ണയൊക്കെ അങ്ങ് തെളിയും. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫാക്കാം. അടച്ചു വെച്ചിട്ട് ഗ്യാസ് അങ്ങ് ഓഫാക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.